നിർഭൻ ചക്രവർത്തി തന്നെ നമ്മോടൊപ്പം ഈ ഘട്ടത്തിൽ ചേരുകയാണ്. നിർഭൻ്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പോലെ വലിയ പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ ഈ തരൂർ വിഷയം കോൺഗ്രസിനുള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം തരൂർ പറഞ്ഞത് ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ്, കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. അത് സംസ്ഥാന സർക്കാർ ഇറക്കിയ കണക്കുകളല്ല, ദേശീയ അന്തർദേശീയ ഏജൻസികളുടെ കണക്കുകൾ പ്രകാരമുള്ളതാണ് തൻ്റെ ലേഖനത്തിൽ പ്രതിഫലിച്ചതെന്ന് പറയുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ KC വേണുഗോപാലും ദില്ലിയിൽ പ്രതികരിച്ചതിന് സമാനമായാണ്. അദ്ദേഹത്തിന് ലഭിച്ച ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ആ ലേഖനം എഴുതിയത് എന്ന് അദ്ദേഹം വേറൊരർത്ഥത്തിൽ തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ പ്രതിസന്ധി ഇവിടെ രൂപം കൊള്ളുന്നു എന്നുള്ളത് വസ്തുതയാണ്. രണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച്, അത് അവസാന നിമിഷം ഒഴിവാകുന്നതിലേക്ക് പോയ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ, ഇതൊക്കെ സമഗ്രമായൊന്ന് നൽകിയാൽ. അജിംഷാദ്, നമ്മൾ നേരത്തെ വാർത്തയുടെ ഉള്ളടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രതിസന്ധി കേരളത്തിലെ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നുണ്ട്. അത് കേരളത്തിൽ തുടർച്ചയായി അത് ആ നിലയ്ക്ക് എടുക്കണം. തുടർച്ചയായി സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ, ജനോപകാരമായ ഓരോ പദ്ധതികളെയും കണ്ണടച്ച് എതിർക്കുന്ന ഒരു പ്രതിപക്ഷത്തിൻ്റെ തുടർച്ചയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം പറയുകയും കേരളത്തിൻ്റെ പൊതുവികസനത്തിൽ നാം രാഷ്ട്രീയത്തിന് അതീതമായി ഒന്നിച്ചു നിൽക്കണം എന്ന നിലപാട് ഉറക്കെ പറയുന്നൊരു നേതാവാണ് തരൂർ. പലതവണ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വ്യവസായ വികസന സൗഹൃദ സംസ്ഥാനമാണ് കേരളം. അത് അദ്ദേഹം ആധികാരികമായ ഡേറ്റകൾ വെച്ചിട്ടാണ് ദേശീയ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ലേഖനം എഴുതിയത്. ആ ലേഖനം സജീവമായി ചർച്ചയാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നതിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾ തന്നെ മുൻകൈയെടുത്തു എന്നതാണ് ഹൈക്കമാൻഡിൻ്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. കാരണം ഇത് നേരത്തെ അജിംഷാദ് പറഞ്ഞതുപോലെ ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്തത് VD സതീശനാണ്. ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ പറഞ്ഞ് ഏത് ഡേറ്റയാണ്, എന്ത് ഡേറ്റയാണ് തരൂരിന്, എവിടെ നിന്നാണ് ഈ വിവരങ്ങൾ, കണക്കുകൾ ലഭിച്ചത് എന്ന ചോദ്യമായിരുന്നു. അതിൽ തരൂർ ഉറച്ചു നിൽക്കുക മാത്രമല്ല, അദ്ദേഹം ഇത് ആധികാരികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ പൊതുവികസനം സംബന്ധിച്ച് തൻ്റെ നിലപാടാണ് വ്യക്തമാക്കിയതെന്ന് തരൂർ ചലഞ്ച് ചെയ്യുകയും ഈ VD സതീശനെ ലേഖനം വായിച്ചിട്ട് വരാൻ വെല്ലുവിളിക്കുകയും ചെയ്തു. തുടർന്നാണ് ചർച്ചകൾ കൂടുതൽ വ്യാപകമാകുന്നത്. മാത്രമല്ല സർക്കാർ സംബന്ധിച്ചും വ്യവസായ വകുപ്പും ഒക്കെ തന്നെ ഇത് വലിയ രീതിയിൽ ഏറ്റെടുക്കുകയും ഇടതുപക്ഷം വലിയ ക്യാമ്പയിനായി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. ഇതോടുകൂടി വിവാദം കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ഇത്തരത്തിലൊരു വിവാദം തുടങ്ങി വയ്ക്കുന്നതിലും പ്രത്യേകിച്ച് തരൂരുമായൊരു ഏറ്റുമുട്ടലിനും അവസരം കേരളത്തിലെ നേതാക്കൾ ഒരുക്കരുതായിരുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഹൈക്കമാൻഡിൻ്റെ നിലപാട്. മാത്രമല്ല ഹൈക്കമാൻഡിൻ്റെ നിലവിലെ AICCയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള തരൂരിനെ പരസ്യമായൊരു താക്കീത് ചെയ്യാനോ മറ്റു നടപടിയിലേക്കോ ഒന്നും പോകാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ അത് ദേശീയമായി കൂടുതൽ വാർത്താ പ്രാധാന്യം കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇതൊന്നും മനസ്സിലാക്കാതെ എന്തുകൊണ്ടാണ് കേരളത്തിലെ നേതാക്കൾ ഇത്ര കണ്ട് അപക്വമായ നിലപാട് സ്വീകരിച്ചു എന്നതാണ് ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ വിമർശനം. അതുകൊണ്ട് കർശനമായി പറഞ്ഞിട്ടുള്ളത് ഈ വിവാദം അവസാനിപ്പിക്കണം, പരസ്യ പ്രതികരണം ഒഴിവാക്കണം. ഇതിനൊക്കിടയിൽ തന്നെയാണ് VD സതീശനും MM ഹസനുമാണ് വളരെ സ്ട്രോങ് ആയി തരൂരിനെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നത്. VD സതീശൻ്റെ പഴയ ചരിത്രത്തിലും തരൂർ കേരള രാഷ്ട്രീയത്തിലേക്ക് സജീവമാകുന്ന ഘട്ടം വന്നപ്പോഴാണ് ഊതി വീർപ്പിച്ച ബലൂനാണ് തരൂർ എന്ന തരത്തിൽ വ്യക്തിപരമായ വിമർശനം അടക്കം മുമ്പ് VD സതീശൻ ഉന്നയിച്ചിരുന്നു. ഒപ്പം തന്നെ MM ഹസനും പല ഘട്ടങ്ങളിൽ തരൂരിനെ പല കാര്യങ്ങളിലും വിമർശിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. ഇവരാണ് വളരെ സ്ട്രോങ് ആയി പരസ്യമായി രംഗത്തെത്തിയത്. ഇവരുടെ കൂടി ഒത്താശ കൂടിയാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നേതാക്കൾ തരൂരിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചത്. ഇന്ന് 11:30-ക്കായിരുന്നു മാർച്ച് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ DCC ഓഫീസിലേക്ക് കേന്ദ്രീകരിക്കാൻ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. പക്ഷേ തരൂരിനെ അനുകൂലിക്കുന്ന DCC ഭാരവാഹികൾ ഈ വിവരം അറിയുകയും അവർ ഉടൻ തന്നെ KPCC നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. അവർ അറിയിക്കുക മാത്രമല്ല, തരൂരിനെതിരെ ഒരു പ്രതിഷേധം വരികയാണെങ്കിൽ തങ്ങൾ വഴിയിൽ തടയും എന്ന തരത്തിലുള്ള വെല്ലുവിളി തന്നെ അവർ മറിച്ച് തിരിച്ച് KPCC നേതൃത്വത്തെ അറിയിച്ചു. അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് കർശന നിർദ്ദേശം KPCC നൽകി. ഈ വിഷയത്തിൽ ആധികാരികമായി, അതായത് ഇപ്പോൾ നിർഭൻ സൂചിപ്പിച്ചതുപോലെ ഈ ശശി തരൂരും ഒപ്പം VD സതീശനും തമ്മിലുണ്ടാകുന്ന ഭിന്നത, MM ഹസനും സതീശനൊപ്പം നിൽക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് അതിനുള്ളിലുള്ള ബൈഫർക്കേഷൻ, ഇതൊക്കെ അടക്കമുള്ള വിവരങ്ങളിലേക്കൊക്കെ പോകണമായിരുന്നു.